ന്യൂമാക്സിന്റെ സ്റ്റുഡൻ്റായ നിമിൽ ജിജിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത്. ഷെങ്കൻ രാജ്യമായ സ്ലൊവേനിയയിലേക്ക് യൂറോപ്യൻ വിസ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അദ്ദേഹം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. എന്തായാലും യൂറോപ്യൻ വിസ കിട്ടിയതിൻ്റെ വലിയ സന്തോഷത്തിലാണുള്ളത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണിത്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? നല്ലൊരു ഹാപ്പിയാണ്. ഇത് കുറേ വെയിറ്റ് ചെയ്തു, കുറേ പ്രശ്നങ്ങൾ കാരണം കുറച്ച് ടൈം വെയിറ്റ് ചെയ്തു. സാധാരണ പറയുന്നതിനെക്കാട്ടും കുറച്ചധികം വെയിറ്റ് ചെയ്തു. പക്ഷെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു, ഫസ്റ്റ് കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ എൻ്റെ മുന്നേ ബ്രദർ ഒരുത്തൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അവന് കുറച്ച് പ്രശ്നം കാരണം വിസ ക്യാൻസലായി. ആ ടൈമിലാണ് എൻ്റെ ഡിലേ വരുന്നത്. അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഇവിടുന്ന് ന്യൂമാക്സിൽ നിന്ന് റിയ സാറ് വിളിച്ച് എന്നെയും വീട്ടിലുള്ള പേരൻസിനെയും കൺവിൻസ് ചെയ്ത് ഇങ്ങനെയായിരുന്നു. കുറച്ച് നാളും കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത്, ഇല്ലായിരുന്നു നിർത്തി പോയേനെ. ടെൻഷൻ കാരണം നിർത്തി പോയേനെ. പിന്നെ റിയ സാറാണ് വീട്ടിൽ വിളിച്ച് കൺവിൻസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓക്കെ ചെയ്ത്. ഇല്ലായിരുന്നു ഇപ്പം കിട്ടിയ ഭയങ്കര ഹാപ്പി ഉണ്ട്. റിയ സാറിന് വലിയ താങ്ക്സ് ഉണ്ട്. അന്ന് റിയ സാറ് അത് നിന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പോകാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പം മെയ് 18-ാം തീയതിയാണ് വിസ കാർഡ് കയ്യിൽ കിട്ടിയത്. അപ്പം അത് കിട്ടിയ സമയത്തുണ്ടായിരുന്ന ഒരു ഫീൽ എന്തായിരുന്നു? അത് കിട്ടുന്നതോടെ വരെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇൻ കേസ് എംബസീൻ്റെ പുറത്ത് നിൽക്കുന്നതോടെ വരെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. വിസ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരെയാണ് ആദ്യം വിളിച്ചത്? ഇത് വാങ്ങിക്കാൻ നേരത്തെ എൻ്റെ സിസ്റ്റർ ഡൽഹിയിലുണ്ടായിരുന്നു. അവളപ്പോൾ തന്നെ വന്നു. കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾ എംബസി വന്നു. കിട്ടിയപാടെ ഞാൻ വിളിച്ചത് എൻ്റെ അമ്മേനെയാണ്. അമ്മേനെ വിളിച്ചു, പിന്നെ പപ്പേനെ വിളിച്ചു. രണ്ടുപേരും. പപ്പ ദുബായിൽ സൗദിയിലാണ്. പപ്പേനെ അവിടുന്ന് പെങ്ങൾ വീഡിയോ കോൾ ചെയ്തു. ഞാൻ ഓൺ ദ സ്പോട്ടിൽ അമ്മേനെ വിളിച്ചു. കോൾ എടുത്തപ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. സ്കൂളിലായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ പറയാൻ പറ്റാത്ത ഒരു ഹാപ്പി ആയിരുന്നു. കാരണം കിട്ടുമോ ഇല്ലയോ എന്നൊരു ടെൻഷനിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. സാധാരണ രീതിയിൽ എപ്പോഴും എംബസി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരിക്കും. എങ്ങനെയായിരുന്നു ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ്? ഇൻ്റർവ്യൂ സെക്ഷൻ എന്ന് പറയുന്നത് അത്ര വലിയ പാടൊന്നുമല്ല. ഇപ്പം ക്വസ്റ്റ്യൻസ് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഒരു 2 തവണ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഇരുത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതിൻ്റെ തീം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ റിട്ടേൺ ആയിട്ട് ഓവർ വാരി ചെയ്താൻ എസ്ഐ പോലെ എഴുതാനൊന്നുമില്ല. ഒരു 1 പാരഗ്രാഫ് 2 പാരഗ്രാഫ് അത്ര ഉണ്ടാവുള്ളൂ. ഒരു 10-15 ക്വസ്റ്റ്യൻസ്. പിന്നെ അവിടെ ഉള്ളവർ ഇപ്പോൾ സെക്യൂരിറ്റി ആണെങ്കിലും നിൽക്കുന്ന ആരെങ്കിലുമാണ് കുറച്ച് പ്രഷർ ഇടാൻ നോക്കും. വേഗം എഴുതെന്ന് പറഞ്ഞ് പ്രഷർ ഇടാൻ നോക്കും. പക്ഷെ നമ്മൾ എഴുതി കഴിയുന്നോടം വരെ അവർ വെയിറ്റ് ചെയ്യും. അല്ലാതെ പേപ്പർ വലിച്ചുകൊണ്ട് പോകുക അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും കൂളായിട്ടായിരുന്നു. അവർ പ്രഷർ ചെയ്യും. നമുക്ക് ഇംഗ്ലീഷ് എത്ര അറിയാവുന്നതല്ലേ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഇതാക്കുന്നത്. ഫസ്റ്റ് ഞാൻ ആ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ ഫസ്റ്റ് ടെൻഷൻ അടിച്ചു. ഇത്ര വലിയ പാരഗ്രാഫിൽ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ ഈശ്വര എന്താണെന്നൊക്കെ ഇതാക്കി. പിന്നെ എത്തി വായിച്ചപ്പോഴാണ് ഇതാക്കിയത്. ഞാനുണ്ടായിരുന്നു, എൻ്റെ കൂടെ ഇടുക്കിന്ന് വേറെ ഒരു ഇതിലായിട്ട് ഇടുക്കിയിൽ നിന്ന് ടിനു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പിന്നെ ശലഭ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ഈ 25-ന് പോയി. അവളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ 3 പേര് അടുത്തായിരുന്നു. ഫസ്റ്റ് പേപ്പർ കിട്ടിയപ്പോൾ ഞങ്ങൾ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയായിരുന്നു. പിന്നെയായിരുന്നു ക്വസ്റ്റ്യൻ ഒന്ന് ഇരുത്തി വായിച്ചപ്പോൾ ഇത്രേ ഉള്ളൂ. ഫസ്റ്റത്തെ വായിച്ചാണ് രണ്ട് ക്വസ്റ്റ്യൻസ് പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഒന്ന് ഇരുത്തി വായിച്ചാൽ ഒറ്റ തീമായിട്ട് തോന്നുള്ളൂ. അവർ കൂടുതൽ ട്രിക്കി ആയിട്ട് ചോദിക്കുന്നത് ലാംഗ്വേജിലുള്ള നോളജ് എത്രയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും അല്ലേ? ജസ്റ്റ് അവരുടെ തീം ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ടോ, എന്താണ് മനസ്സിലാവുന്നുണ്ടോ എന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ ഇതല്ലാതെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതൊന്നുമില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ശരിക്കും തീരെ ബേസിക്കാണ്. എവിടെയാണ് ഇപ്പം നമ്മളെവിടെയാണ്, കോളേജ് എവിടെയാണ്, ക്യാപിറ്റൽ എവിടെയാണ്, ഏത് വഴിയാണ് അറിയുന്നത്, എത്ര നാളായി ഇതിന് പുറകെ നടക്കുന്നു, ഇത്രേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യാൻ നിൽക്കുന്നത്, പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റഡീസ് മാത്രമാണ് നോക്കുന്നത്, ഇത്രയൊക്കെ ഉള്ള ബേസിക് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓവറായിട്ടുള്ള ഒന്നുമില്ല. എല്ലാം ബേസിക്കാണ്. ക്വസ്റ്റ്യൻസ് മൊത്തം ബേസിക്കാണ്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് അറിയുമെന്ന് ബേസിക്കായിട്ട് ഡയറക്റ്റായിട്ട് എടുത്ത ചോദിക്കൂല. ഒരു ട്രിക്കി ആയിട്ട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിളാണ് എംബസി ക്വസ്റ്റ്യൻസൊക്കെ. ഒന്ന് ഇരുത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണഗതിയിൽ യൂറോപ്പിലേക്കൊക്കെ പോകുന്ന ആളുകൾ അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് പഠിച്ചിട്ട് പോകുന്നതായിട്ടാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാൻ കാരണം അങ്ങനെ ഒരു നേറ്റീവ് ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ? ഓഫ് കോഴ്സ്. നമുക്ക് ഇംഗ്ലീഷ് അല്ലാതെ വേറൊന്നും അറിയത്തില്ല. ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ എന്തെങ്കിലും ഇതാകുമ്പോൾ
അപ്പോൾ അങ്ങോട്ട് പോകുമ്പം ഇംഗ്ലീഷ് മതി എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും ഇതൊക്കെ. ഇപ്പോൾ ജർമ്മനി പോവുകയാണെങ്കിൽ ഇതൊക്കെ വേണം, എല്ലായിടത്തും പോവുകയാണെങ്കിലും വേണം, മിക്ക സ്ഥലത്തും വേണം. ഇപ്പം സ്ലൊവേനിയയിൽ വേണ്ടെന്ന് അറിഞ്ഞു. പിന്നെ പെട്ടെന്ന് വിസ കിട്ടാനുള്ള ഇത് സുഖമാണെന്നൊക്കെ അറിഞ്ഞു. അതുകൊണ്ടാണ് ഇതെടുത്തത്, സ്ലൊവേനിയനെ എടുത്തത്. സ്ലൊവേനിയയെ പറ്റി എന്തൊക്കെയാണ് ആ സമയത്ത് റിസർച്ച് ചെയ്തത്? ഞാൻ മെയിനായിട്ട് അങ്ങനെ റിസർച്ച് ചെയ്യാൻ നിന്നില്ല. റിസർച്ച് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് പേടി കൂടുതലായിരുന്നു. പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെയാണ്. എൻ്റെ ഫാദറിൻ്റെ ബ്രദർ അവിടെ പോയിട്ട് കേട്ട് പുള്ളി പറഞ്ഞ് നല്ല അടിപൊളി സ്ഥലമാണ്. ഞാൻ അവരുമായിട്ടാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, അതല്ലാതെ ഞാനായിട്ട് റിസർച്ച് ചെയ്യാൻ നിന്നിട്ടില്ല. എൻ്റെ ഫാദറിൻ്റെ ബ്രദർ പിന്നെ എൻ്റെ ഒരു അങ്കിള് ജർമ്മനിയിലുണ്ട്, അവരൊക്കെ ആയിട്ടാണ് കൂടുതൽ ടൈം ഞാൻ അത് ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ റിസർച്ച് ചെയ്താൽ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ കൂടും. പലരും പറയുന്ന കാര്യമാണ് അധികം പണം മുടക്കാതെ യൂറോപ്പിൽ പോകാം, അതുപോലെ അവിടെ ചെന്ന് പാർട്ട് ടൈം ജോബ് കൊണ്ട് തന്നെ കോഴ്സ് ചെയ്യാം, അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. ഫേക്ക് ആയിട്ടുള്ള പ്രോമിസുകൾ കൊടുക്കാറുണ്ട്. ന്യൂമാക്സിൽ നിന്ന് ഇതിനെപ്പറ്റിയൊക്കെ എന്തായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ കേൾക്കുന്നത് തന്നെ, ഞാൻ ചെന്നൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് ഞാനിത് ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. അന്ന് ഞാൻ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അത്ര ഇതില്ലായിരുന്നു, താല്പര്യമില്ല. അത് ജസ്റ്റ് അറിഞ്ഞപ്പം എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടി. എനിക്ക് ട്രെയിലർ വണ്ടിനോട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. ഞാൻ ചെന്നൈയിൽ അശോക് ലേലാൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, എഞ്ചിനീയറിംഗ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ടൈമിലാണ് ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പം ഒന്ന് വിളിച്ച് നോക്കുന്നത്. അന്ന് ആരെയും വിളിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ടൈമിൽ വിളിച്ചപ്പോൾ എനിക്ക് അത്ര ഇത് ഉറപ്പൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ കോഡ് 95 കോഴ്സ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അന്ന് ഇതൊന്നും ആയിട്ട് ഇതാക്കിയില്ല. പിന്നെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാനിത് കണ്ടു. ഇൻസ്റ്റഗ്രാമിൽ റോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടപ്പോഴാണ് വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ജെന്യുവിനാണോ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണിത്. ഞാൻ റിയാസ് സാറെ കോൺടാക്ട് ചെയ്തത്. റിയാസ് സാറ് ഫസ്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു, കാര്യങ്ങൾ മൊത്തം പറഞ്ഞു, ഇതെല്ലാം വേണം. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റൊക്കെ അയച്ചു തരിക, നമുക്ക് ഇത് പറ്റുമോ ഇല്ലയോ എന്ന് അവർ ചോദിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് എനിക്കിത് അത്ര ഇത് കൺവിൻസിങ് അല്ലായിരുന്നു. ഫസ്റ്റ് ഒരു കുറേ നാൾ എനിക്കിത് കൺവിൻസിങ് അല്ലായിരുന്നു. പിന്നെ ആയിരുന്നു ഇവരുമായിട്ട് കൂടുതൽ കോൺടാക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് കൺവിൻസ് ആയത്. പാർട്ട് ടൈം ജോബുകളെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടായിരുന്നോ? ന്യൂമാക്സ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്ന പാടെ തന്നെ പാർട്ട് ടൈം കിട്ടൂല എന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. 1-2 മാസം കൂടി പോയ 3 മാസം എന്തായാലും നമ്മളവിടെ നിൽക്കാൻ പറ്റിയ തരത്തിലുള്ള മണി നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെന്നപാടെ എന്തായാലും കിട്ടില്ല എന്ന് ഇവിടുന്ന് പറഞ്ഞു. പിന്നെ ഷിബുവും എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് അവിടെ പോയ ഷിബു എന്നാണ് അവൻ്റെ പേര്. അവൻ പറഞ്ഞു ചെന്നപാടെ എന്തായാലും ഇവിടെ കിട്ടൂല, അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് പേപ്പർ വർക്ക് എന്തായാലും ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ട് ടൈം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിനുള്ള കാര്യങ്ങൾ മൊത്തം നമ്മളിവിടുന്ന് കൊണ്ടുപോകണം. ഈ ആക്സസറീസ് ആണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം നമ്മൾ അവിടേക്ക് 3 മാസം നിൽക്കാനുള്ള രീതി കൊണ്ടുപോകണം എന്നാണ് അവൻ പറഞ്ഞത്. സ്ലൊവേനിയയിൽ തന്നെയുള്ള സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് കുറച്ചും കൂടി വിവരങ്ങൾ അറിയാൻ പറ്റിയല്ലേ? ഞാൻ പറഞ്ഞല്ലോ ഷിബു, അവനുമായിട്ട് ഞാൻ മിക്കപ്പോഴും കോൺടാക്ട് ചെയ്യലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മിക്കപ്പോഴും കോൺടാക്ട് ചെയ്യണം. അവൻ എന്നെ വിളിക്കലുണ്ട്, ഞാൻ അവനെ വിളിക്കലുണ്ട്. എന്തായി എൻ്റെ കാര്യം എന്തായെന്ന് ചോദിച്ചാൽ അവൻ വിളിക്കലുണ്ട്. ഞാൻ അവിടെ വിളിച്ചിട്ട് ചോദിക്കും എന്തൊക്കെയാണ് വേണ്ടത്, ഇനി എന്തെങ്കിലും ചെയ്യണോ. അവനാണ് എന്നോട് ഈ എൻവയോൺമെൻറ്റ് പേപ്പറിൻ്റെ കാര്യം പറഞ്ഞത്, ഈ എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞത്. ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് സാറ് തന്നെ പറയുന്നത് ഈ കാര്യം ഉണ്ടെന്ന്. ഫസ്റ്റ് അവൻ ചെന്ന വട എന്നോട് പറഞ്ഞു ഈ കാര്യങ്ങൾ എന്തായാലും നീ എടുത്തു വെക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവനുമായിട്ട് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് എന്തൊക്കെയാണ് ഇനി എക്സ്ട്രാ ആയിട്ട് വേണ്ടതെന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ ശരിക്കും അങ്ങനെ അവിടുത്തെ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതലായിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടല്ലേ? ഓഫ് കോഴ്സ്, നല്ല സുഖമായിട്ട് നമുക്ക് അവിടെ നിൽക്കുന്ന ഒരു ഫീൽ പോലെ തന്നെയാണ് അവിടെ ചോദിച്ച് അവന് പറഞ്ഞു തരുന്നത് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഫേസ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതൊക്കെ അവൻ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. അതൊക്കെ എങ്ങനെ തരണം ചെയ്ത് പോകാമെന്നൊക്കെ അവൻ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഈ യൂറോപ്പിൽ 3.5 ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങൾ ഓടിക്കാൻ കോഡ് 95 സർട്ടിഫിക്കേഷൻ ആവശ്യമാണെന്നുള്ള കാര്യം മുൻപേ അറിയാമായിരുന്നോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ചെയ്ത് എനിക്കും അറിയില്ലായിരുന്നു. ഞാനിത് അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് റിസർച്ച് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് റിലേറ്റീവ്സ് യൂറോപ്പിൽ തന്നെ ഓടിക്കുന്നുണ്ട്. പിന്നെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു ഇങ്ങനെയുണ്ട്, ഇത്ര ടണ്ണിന് മേളിൽ ഓടിക്കുന്നതിന് കോഡ് 95 ലൈസൻസ് വേണം. അവർ ഇതാക്കിയിട്ടാണ് പോയത്. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ന്യൂമാക്സ് ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നിയോ? നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ നിർത്തുക എന്ന് പറഞ്ഞ്
ഫൈനലൈസ് ചെയ്ത് നിർത്തുകയെന്ന് വരെ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് ഡിലേ വന്നപ്പം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് തന്നെ പറഞ്ഞു, സാറിൻ്റെ റിസ്കിൽ തന്നെ സാറ് പറഞ്ഞു. അങ്ങനെ എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല. എൻ്റെ ബ്രദറിന് പോലും അവൻ നല്ലൊരു ഏജൻസിയാണ് അവൻ പോയത്. അവന് പോലും അത്രയും ഇത് പറഞ്ഞിട്ടില്ല. അവർ അത്രയും റിസ്ക് ഇതാക്കിയിട്ട് സാറിൻ്റെ സ്വന്തം റിസ്കിൽ പറഞ്ഞു. മാം എൻ്റെ അമ്മയായിട്ടായിരുന്നു സംസാരിച്ചത്. മാം ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യും, എൻ്റെ റിസ്കിൽ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യുന്നു സാറ് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു മാസം ആയപ്പോഴത്തേനും എനിക്ക് ബയോമെട്രിക്കിൻ്റെ ഡേറ്റ് വന്നു. അത് സാറ് അന്ന് സാറിൻ്റെ റിസ്കിൽ സാറത് പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ അന്ന് എൻ്റെ ഫാദറും ആ ടൈമിൽ ലീവിന് വന്ന ടൈമായിരുന്നു. ഫാദർ ഇവിടെ വന്ന് ഞങ്ങൾ സംസാരിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. കാരണം കുറേ ഡിലേ ആയിരുന്നു ആ ടൈമിൽ, കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം ഡൽഹിയിൽ കുറേ പ്രശ്നം കാരണം കുറച്ച് ഡിലേ ആയിരുന്നു. അങ്ങനെ ഇതായപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചു. സാറിൻ്റെ സ്വന്തം റിസ്ക് ഇവിടെ ന്യൂ മാക്സിന് വന്ന് സാറിൻ്റെ റിസ്കിലായിരുന്നു. ഞങ്ങൾ 1 മാസം 2 മാസമൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇല്ലായിരുന്നു ഞങ്ങൾ നിർത്തി ഞങ്ങൾ പോയാണ്. കാരണം അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും നല്ല ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പം എൻ്റെ വിസ വന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പം ഫാമിലീസ് കുറച്ച് പേര് ഇങ്ങനെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതേപോലെ തന്നെ പോകാൻ പറ്റുമോ എന്നുള്ള എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. സാറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ള ലെവലിലാണ് അവർ എന്നോടും എൻക്വയറി ചെയ്തത്. എനിക്ക് തോന്നുന്നത് അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇനി യൂറോപ്പിലേക്ക് പോകാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ? ഇതിപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഈ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈ എംബസി ടെസ്റ്റ് ഭയങ്കര പേടിയാണ്, ബയോമെട്രിക് അത്ര വലിയ പേടിക്കാനൊന്നും ഇല്ല. ഈസിയാണ്, സംഭവം ഈസിയാണ്, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ആ പേപ്പർ കിട്ടുമ്പോൾ തന്നെ അയ്യോ പോയല്ലോ എന്ന് വിചാരിച്ച് വിട്ടിട്ട് പോകാൻ നിൽക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാൻ മനസ്സിലാവുന്നേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ എംബസി അത് ഇവിടെയുള്ള സ്റ്റാഫുകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഞങ്ങൾ നിർത്തിപ്പോകാമെന്ന് പറഞ്ഞിട്ടും സാറൊക്കെ അന്ന് പറഞ്ഞില്ലായിരുന്നു ഞാനൊക്കെ നിർത്തി. എനിക്കിപ്പോൾ പോലും വിസ ഒന്നും കിട്ടൂലായിരുന്നു, കാര്യമായിട്ട് വിസ ഒന്നും കിട്ടില്ല. അത് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നടക്കുമായിരിക്കും. അപ്പം എനിക്ക് അത്ര പറയാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് അത് പറയാൻ പറ്റില്ല. കാരണം അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് കൂടുതൽ മനസ്സിലാക്കാം. എനിക്ക് പറഞ്ഞ് എങ്ങനെയാണെന്ന് പറയേണ്ടത് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് നോക്ക്. ഇപ്പം ന്യൂ മാക്സിലെ റിയാസ് സാറ് അവരൊക്കെ ആയിട്ട് സംസാരിച്ച് നോക്കി നമുക്ക് തന്നെ മനസ്സിലാവും. ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ അവർ പറയുന്നുണ്ട്. ഇങ്ങനെ ഇന്ന പ്രശ്നം കൊണ്ടാണ് ഡിലേ ആവുന്നത്, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളായിട്ട് ഇങ്ങനെ ഇപ്പം ഞാൻ എപ്പോൾ വേണമെങ്കിലും വിളിച്ചു, ഞാൻ ചിലപ്പോൾ ഇന്ന് വിളിച്ചു, നാളെ വിളിച്ചു, മറ്റന്നാൾ വിളിച്ചു, എല്ലാ ദിവസം വിളിച്ചാലും റിയാസ് സാർ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സാർ അതേപോലെ റെസ്പോൺസ് ഇൻ കേസ് എങ്ങാനും കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ റിട്ടേൺ വിളിച്ച് കാര്യങ്ങൾ പറയും. അപ്പം സാർ എപ്പോഴും നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പം നല്ല റെസ്പോൺസാണ് സാർ വരുന്നത്. ഇത് നമുക്ക് പോലും തോന്നുന്നു നമ്മൾ കിടന്ന് വിളിച്ച് വെറുപ്പിച്ചിട്ട് സാറ് ഇനി എടുക്കാതിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം റെസ്പോൺസ് നല്ല ചെയ്യുന്നുണ്ട്. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. ഇപ്പം നിമിലിൻ്റെ എക്സ്പീരിയൻസ് കേട്ടതിലൂടെ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ മാറിയിട്ടുണ്ടാകും. ചിലപ്പോൾ സംശയങ്ങൾ ഇനിയും ബാക്കിയുണ്ടാകും. അത് കമൻറ്റ് സെക്ഷനിൽ എഴുതിക്കോളൂ, നമ്മൾ മറുപടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യൂ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും.